വചനജായ 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 വചനജായ. കത്തോലിക്ക തിരുസഭ ജൂബിലി വർഷത്തിലാണ്. ജൂബിലി വർഷത്തിൻ്റെ പ്രമേയമായിട്ടെടുത്തിരിക്കുന്നത് പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നുള്ളതാണ്. അടുത്ത ഞായറാഴ്ച തിരുസഭ പ്രത്യക്ഷീകരണ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈശോയുടെ തിരുപ്പിറവിയും പ്രത്യക്ഷീകരണവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1:12 വിചിന്തനത്തിനായിട്ട് ലഭിച്ചിരിക്കുന്നത്. ഈ പ്രത്യക്ഷീകരണ തിരുനാളിനെ പൂജരാജാക്കന്മാരുടെ ജ്ഞാനികളുടെ തിരുനാളെന്നും വിളിക്കാറുണ്ട്. മത്തായിയുടെ സുവിശേഷം 2:1-12 ധ്യാനിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും വിഷയങ്ങളും ഇതൊക്കെയാണ്. ബെത്ലഹേമിലെ ഭവനത്തിൽ പരിശുദ്ധ കന്യകമറിയവും ഈശോയും. കിഴക്കിൻ്റെ ദേശത്തു നിന്നും ബെത്ലഹേമിലേക്ക് സഞ്ചരിക്കുന്ന ജ്ഞാനികൾ, പൂജരാജാക്കന്മാർ. ഹെറോദേസ് രാജാവ് ഈ ജ്ഞാനികളുടെ കയ്യിലുള്ള പൊന്നും കുന്തിരിക്കവും മീറയും, അവരുടെ കണ്ടുമുട്ടൽ, യേശുവിനെ കണ്ടുമുട്ടുന്നത്, ഇങ്ങനെ വ്യത്യസ്ത വിഷയങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ ധ്യാനിച്ചെടുക്കാം. ഈ ജ്ഞാനികളുടെ കണ്ണിലൂടെ പ്രത്യക്ഷീകരണ തിരുനാളിനെ വ്യാഖ്യാനിക്കുവാനായിട്ടുള്ളൊരു ശ്രമമാണ് ഇത്. ജ്ഞാനികൾ 3 പേരാണെന്നൊന്നും സുവിശേഷത്തിൽ പറയുന്നില്ല. അവർ കൊണ്ടുവന്നില്ല 3 പൊന്നും കുന്തിരിക്കവും മീറയുമെന്നുള്ള ഈശോയ്ക്ക് സമ്മാനിക്കാനുള്ള ആ കാരണങ്ങൾ 3 ആയതുകൊണ്ടാണ് 3 ജ്ഞാനികളെന്നുള്ള ഒരു ചിന്ത വരുന്നത്. എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഈ ജ്ഞാനികളുടെ ജീവിതവും ഒരു തീർത്ഥാടനവുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാവുന്നതാണ്. ജൂബിലി വർഷത്തിലെ അപ്രമേയവും ജ്ഞാനികൾ നടത്തുന്ന തീർത്ഥാടനവും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അവർ തീർത്ഥാടകരാണ്, പ്രത്യാശയുടെ തീർത്ഥാടകരാണ്. ഈ പ്രത്യാശയുടെ തീർത്ഥാടകരെന്ന് പറയുമ്പോൾ 5 കാര്യങ്ങൾ ഈ ജ്ഞാനികളുടെ ജീവിതത്തിൽ നമുക്ക് ധ്യാനിച്ചെടുക്കാം. ഉത്കടമായിട്ടുള്ളൊരു ആഗ്രഹവും അന്വേഷണവും. കിഴക്കിൻ്റെ ദേശത്തു നിന്നാണ് അവർ വരുന്നത്. അന്വേഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ബെത്ലഹേമിൽ യഹൂദരുടെ രാജാവ് പൂജാതനായിരിക്കുന്നു. അതാണ് അവർക്ക് കിട്ടിയ വാർത്ത. പിന്നെ നക്ഷത്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർ യാത്ര തുടങ്ങുകയാണ്, ലക്ഷ്യസ്ഥാനത്തെത്തുക. അപ്പോൾ അവർ അന്വേഷിച്ച് നീങ്ങുകയാണ് ഈ ബെത്ലഹേമിൽ പൂജാതനായ ഈശോയെ. അപ്പോൾ തീർത്ഥാടനത്തിൻ്റെ ആദ്യൊരു ഘട്ടമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഉത്കടമായിട്ടുള്ള ആഗ്രഹവും അതിനോട് ചേർന്ന് നിൽക്കുന്ന അന്വേഷണവും. ഈ രാജാക്കന്മാർ അത് നടത്തുന്നു. ഇവരെക്കുറിച്ച് പറയുന്നത് ജ്ഞാനികളെന്നാണ് പറയുന്നത്. അതായത് ലോകത്തിൻ്റെ അറിവിൽ ആശ്രയിച്ചു കൊണ്ടുള്ളൊരു അന്വേഷണമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ശക്തിയിൽ കീഴ്പ്പെട്ട് നിന്നുകൊണ്ടുള്ളൊരു യാത്ര. അതാണ് ഇവരെ ജ്ഞാനികളായിട്ട് മാറ്റുന്നത്. ലോകത്തിൻ്റെ ഒത്തിരി അറിവുകൾ ഇവർക്കുണ്ടാകാം, പക്ഷേ ആ അറിവുകളെല്ലാം ഈ നക്ഷത്രത്തിൻ്റെ വെളിച്ചത്തിന് അവർ കീഴ്പ്പെട്ട് നിന്നുകൊണ്ടുള്ളൊരു യാത്രയാണ്. ആ നക്ഷത്രം ദൈവം കാണിക്കുന്ന പ്രകാശം തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രകാശത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്നവൻ തീർച്ചയായിട്ടും ജ്ഞാനി തന്നെയാണ്. അവന് വളരെ വലിയൊരു ലക്ഷ്യമുണ്ടാവും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതിനെക്കുറിച്ച് പറയുന്നത് ദീർഘമായിട്ടുള്ള അന്വേഷണത്തിനും യാത്രയ്ക്കും തീർത്ഥാടനത്തിന് ശേഷം ഇവർ ബെത്ലഹേമിലെത്തി മറിയത്തെയും ശിശുവിനെയും കണ്ടെന്നാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം അനുസരിച്ച് ഇൻഫൻസ് നരേറ്റീവ് അല്ലെങ്കിൽ യേശുവിൻ്റെ ബാല്യകാല വിവർത്തനത്തിൽ യൗസേപ്പിനൊരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. അല്ലെങ്കിൽ ഇൻഫൻസ് നരേറ്റീവിലെ പ്രധാനപ്പെട്ട കഥാപാത്രം മാതാവും മാതാവും ഈശോ എന്നതിനേക്കാൾ ഉപരിയായിട്ട് യൗസേപ്പ് തന്നെയാണ്. സ്വപ്നത്തിൽ യൗസേപ്പിന് ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതും യൗസേപ്പ് തീരുമാനമെടുക്കുന്നതും ഒക്കെ. പക്ഷേ ഈ 2-ാം അധ്യായം 1:12 ജ്ഞാനികൾ ഈ ഭവനത്തിൽ വന്നപ്പോൾ പറയുന്നത്, അതായത് പൂജരാജാക്കന്മാർ അമ്മയായ മറിയത്തെയും യേശുവിനെയും കണ്ടെന്ന് പറയുന്നു. അതേസമയം മത്തായി സുവിശേഷകൻ യൗസേപ്പിനെക്കുറിച്ച് പറയുന്നില്ല. ഇൻഫൻസി നരേറ്റീവിലെ പ്രധാന കഥാപാത്രം അവിടെ ഇല്ല. അതിലൊരു ദൈവശാസ്ത്രപരമായിട്ടുള്ളൊരു വീക്ഷണമുണ്ട്.
അതായത് ഡവീഡിക് ഡൈനാസ്റ്റി, പഴയ നിയമത്തിലെ ദാവീദിൻ്റെ രാജവംശത്തിലെ പ്രധാനപ്പെട്ട 2 വ്യക്തികളെന്ന് പറയുന്നത് രാജാവും രാജ്ഞിയുമാണ്. ഇപ്പോൾ പൂജരാജാക്കൾ വരുമ്പോൾ അവർ ബത്ലഹേമിലെ ഭവനത്തിൽ ഈശോയെയും അമ്മയെയുമാണ് കാണുന്നത്. അർത്ഥമാക്കുന്നത് ഈശോയിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടുവാൻ പോകുന്ന, നിവർത്തിതമാകുവാൻ പോകുന്ന പുതിയ ദൈവരാജ്യത്തിൻ്റെ ഒരു ചിത്രമാണത്. ആ പുതിയ ദൈവരാജ്യത്തിൽ ഈശോയാണ് പ്രധാനപ്പെട്ട വ്യക്തിയും അതിനോട് ചേർന്ന് നിൽക്കുന്നത് പരിശുദ്ധ കന്യക മറിയവും. അതുകൊണ്ടാണല്ലോ നമ്മൾ നവംബർ മാസം അവസാനം യേശുവിൻ്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുന്നതും മാതാവിനെ സ്വർഗീയരാജ്ഞി എന്ന് വിളിക്കുന്നതും. അപ്പോൾ അന്വേഷണവും ഇവരുടെ കണ്ടെത്തലും, ദൈവരാജ്യത്തിൻ്റെ തുടക്കം ഇവർ ബത്ലഹേമിലെ ഭവനത്തിൽ ഇവർ കണ്ടെത്തുകയാണ്. മൂന്നാമത് ഇവരുടെ ഈ തീർത്ഥാടനത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യം, ഇവർ സമർപ്പിക്കുന്നുണ്ട് പൊന്നും കുന്തിരിക്കവും മീറയും. പൊന്ന് ഈശോയുടെ രാജ്യത്വത്തെ സൂചിപ്പിക്കുന്നു, കുന്തിരിക്കം അവൻ്റെ ദൈവികതയിലേക്ക് വെളിച്ചം വീശുന്നു, മീറ അവൻ്റെ മാനുഷികതയിലും. അപ്പോൾ ഇതെല്ലാം ഇവർ സമർപ്പിക്കുകയാണ്. സമർപ്പണം ഇവരെ തന്നെ പൂർണ്ണമായിട്ടും ഈ ഈശോയുടെ നിവർത്തിതമാകാൻ പോകുന്ന പുതിയ രാജ്യത്തിലെ വ്യക്തികളായിട്ട് ഇവർ മാറുകയാണെന്നുള്ളൊരർത്ഥം കൂടെയുണ്ട്. അതിലേക്ക് ഇവർ പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നു. ഈ രാജാവിൻ്റെ കീഴിലുള്ളൊരു ജീവിതം, ഈശോ ഇവർക്ക് കൊടുക്കുവാൻ പോകുന്ന വിഭാവനം ചെയ്തിരിക്കുന്ന ആ ഒരു പ്രത്യാശയിൽ അർപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതമായിരിക്കും ഇവർ നയിക്കുവാൻ പോകുന്നത്. നാലാമത് പറയുന്നത് ഇവർ കുമ്പിട്ട് ആരാധിക്കുന്നുണ്ട്. ആരാധന എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ ഹൃദയത്തിൻ്റെ സമർപ്പണമാണ്. ആ ദൈവത്തെ പൂർണ്ണമായിട്ടും ആ ദൈവികത അംഗീകരിക്കലാണ്. ഈശോയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നാഥൻ എന്നുള്ളൊരു ഏറ്റുപറച്ചിലൂടെയാണ് ആരാധന. ഇവർ 3 പേരും അത് ചെയ്യുന്നു. ഇവരുടെ ദേശത്ത് ഇവർ രാജാക്കന്മാരാണെന്നുള്ളൊരു സങ്കല്പം കൂടെ ഉണ്ട്. പക്ഷെ അത് എല്ലാം ഇവർ മാറ്റിവെച്ചുകൊണ്ട് പുൽക്കൂട്ടിൽ നയിച്ചിരിക്കുന്ന ഈശോയുടെ രാജ്യത്വം ഏറ്റുപറയുകയാണ്. അപ്പോൾ ആരാധനയ്ക്ക് അടിസ്ഥാനം, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന് കുറവുകളുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിന് പൂർണ്ണതയില്ല, പക്ഷേ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പൂർണ്ണതയുണ്ട്. അതിൽ നിന്ന് വരുന്നൊരു ആരാധനയും. അവസാനം പറയുന്നത് ഈ ആരാധന കഴിയുമ്പോൾ ഇവർക്കുണ്ടാകുന്നൊരു ആത്മീയമായിട്ടുള്ള സന്തോഷം. ഇവർ ഈ നക്ഷത്രം അനുഗമിച്ച് ബത്ലഹേമിലെ ഭവനത്തിലെത്തിക്കഴിഞ്ഞ് ഈശോയെയും മാതാവിനെയും കണ്ടു കഴിയുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം, അത് ദൈവത്തെ കണ്ടെത്തിയ സന്തോഷമാണ്. അവർ തീർത്ഥാടകരുടെ ലക്ഷ്യം എപ്പോഴും അതുതന്നെയാണ്. അപ്പോൾ ഇവരുടെ യാത്രയുടെ ലക്ഷ്യം ബത്ലഹേമിലെ ഭവനമായിരുന്നു, ഈശോയായിരുന്നു. ആ ഈശോയെ കണ്ടുമുട്ടുന്നു. ഈശോയെ കണ്ടുമുട്ടിയതിന് ശേഷം ഇവർ നടത്തുന്ന സമർപ്പണവും ആരാധനയ്ക്ക് ശേഷം ഇവർക്കുണ്ടാകുന്ന ആത്മീയമായിട്ടുള്ളൊരു സന്തോഷം, അത് ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്തൊരു സന്തോഷമാണ്. കാരണം ദൈവത്തെ കണ്ടെത്തിയതിലുള്ളൊരു സന്തോഷമാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിങ്ങനെയാണ്, നമ്മൾ തിരുസഭ ജൂബിലി വർഷത്തിലാണ്. ജൂബിലിയുടെ പ്രധാനപ്പെട്ട പ്രമേയവും പ്രത്യാശയുടെ തീർത്ഥാടകരാണ്. അപ്പോൾ ഇവരൊരു വലിയൊരു തീർത്ഥാടനം നടത്തിയാണ് ഇവിടെ ബത്ലഹേമിലെത്തിയത്, അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തിയത്, ആരാധന നടത്തിയത്. ആ സന്തോഷം, ഈശോയിൽ നിന്ന് ആ സന്തോഷം ഇവർ ഏറ്റുവാങ്ങുന്നതും പിന്നീട് ഇവർ തീർച്ചയായിട്ടും മടങ്ങിപ്പോകുന്നുണ്ട്. ഇനി വെറുതെ പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ടല്ല, പ്രത്യാശയുടെ വലിയ പ്രഘോഷകരായിട്ടും പ്രവാചകന്മാരുമായിട്ട് മാറുന്നു. എനിക്ക് തോന്നുന്നത് ജൂബിലി വർഷത്തിൽ തിരുസഭ നമ്മളോട് ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ്. പ്രത്യാശയോടുകൂടെ നടക്കുക, ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടുള്ളൊരു യാത്ര നടത്തുക, തീർത്ഥാടനം നടത്തുക. ജീവിതത്തിൻ്റെ പല വഴികളിലും, വ്യത്യസ്ത മേഖലകളിലും, വ്യത്യസ്ത വ്യക്തികളിലും നമുക്ക് ഈ ദൈവാനുഭവം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ള വഴികളിലായിരിക്കും നമ്മൾ ഈ ഒരു വർഷത്തിൽ ദൈവത്തെ കണ്ടെത്താൻ പോകുന്നത്. ആ ദൈവത്തെ കണ്ടെത്തി കഴിയുമ്പോൾ, ആ സത്യം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ, പല അസത്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ആ സത്യത്തെ സ്വീകരിക്കുവാനും ആ സത്യത്തിൽ സന്തോഷിക്കുവാനും, പിന്നീട് ഒരു തീർത്ഥാടകർ മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രഘോഷകരും പ്രവാചകന്മാരായിട്ട് മാറും. അപ്പോൾ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ ഈ പ്രത്യക്ഷീകരണ തിരുനാളിൽ കാണുന്നത് തീർച്ചയായിട്ടും അതാണ്. ജ്ഞാനികളായിട്ടുള്ള വ്യക്തി അന്വേഷിച്ച് കണ്ടെത്തിക്കഴിഞ്ഞ് പിന്നീട് അവർ മടങ്ങിപ്പോകുന്നത് ഈ ദൈവത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാനാണ്.
ഉൾക്കൂട്ടിൽ ജാതനായ ദൈവത്തെക്കുറിച്ച്. കാരണം ഈ ദൈവത്തെ കണ്ടെത്തി കഴിയുമ്പോൾ അവർക്കറിയാം ഇവനിലാണ് രക്ഷ, ഇവനിലൂടെ മാത്രമാണ് രക്ഷ. ആ ഒരു സദ്വാർത്തയുടെ സന്ദേശവുമായിട്ട് ഇവർ മടങ്ങിപ്പോവുകയാണ്, പ്രഘോഷിക്കുകയാണ്, പ്രവാചകരായിട്ട് മാറുകയാണ്. ആകയാൽ സ്നേഹമുള്ളവരെ, ഈ പ്രാവശ്യത്തെ നമ്മുടെ പ്രത്യക്ഷീകരണ തിരുനാൾ ദൈവ അന്വേഷണത്തിൻ്റെ വഴികൾ തേടുവാനുള്ളൊരു നല്ലൊരു ഇൻവിറ്റേഷനായിട്ട് മാറട്ടെ. ദൈവത്തെ നമുക്ക് കണ്ടെത്താം, നമുക്ക് ആ ദൈവത്തെ കണ്ടെത്തി കഴിയുമ്പോഴുള്ള സന്തോഷം നമുക്ക് സ്വീകരിക്കാം, ആ സന്തോഷത്തിൽ ആയിരിക്കാം. എല്ലാ പ്രതിസന്ധികളെയൊക്കെ നമുക്ക് അതിലൂടെ തരണം ചെയ്യുവാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇതിൻ്റെയൊക്കെ ഏറ്റവും നല്ല പ്രഘോഷകരും പ്രവാചകരുമായിട്ട് മാറാം. ദൈവം അതിന് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനജായ 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 വചനജായ